ഒടുക്കത്തെ ക്യൂ. രാജാവിനെന്ത് ക്യൂ, വഴിയൊരുക്കടാ. കേരളം സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും മുങ്ങി നിൽക്കുന്ന സമയത്ത് ഇനിയുള്ള 10 ദിവസങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്തില്ല, സംസ്ഥാനത്തുമില്ല. അതിപ്പോ ലാഭായല്ലോ. ഇനി 10 ദിവസത്തേക്ക് ശല്യം ഒഴിവായല്ലോ. പല പ്രേക്ഷകരും രാവിലെ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി അമേരിക്കയിലെത്തിയെന്ന്. അമേരിക്കയിലെത്തി. വെറുതെ അല്ല അമേരിക്കയിൽ പ്രളയമുണ്ടായത്. ഈ ദുരന്ത നായകൻ എവിടെ കാലുകുത്തുന്നോ അവിടെ ദുരന്തമായിരിക്കും. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. 10 ദിവസം അദ്ദേഹം ചികിത്സയ്ക്കായി അമേരിക്കയിൽ തുടരുകയും ചെയ്യും. മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലായിരിക്കും ചികിത്സ. അയാൾക്ക് എന്തു ആവാലോ, അയാളുടെ കാശല്ലല്ലോ, നാട്ടുകാരുടെ കാശല്ലേ. ഇച്ചിരി പോലും ഉളുപ്പില്ലല്ലോ ഇയാൾക്ക്. കമലേഷ്, ഒരു ഭാഗത്ത് പ്രതിഷേധമൊക്കെ നടക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്താണ്. അതുകൊണ്ട് പ്രതിഷേധം കുറയാനോ അതുകൊണ്ട് മുഖ്യമന്ത്രി തിരിച്ചു വരാനോ ഒന്നും സാധ്യതയില്ല. വേണ്ട, തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു. അവിടെ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഈ നാടിന് മോക്ഷം കിട്ടും, കേരളം രക്ഷപ്പെടും. ഇങ്ങനുണ്ട് നമ്മുടെ തലസ്ഥാന മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ. PG, മുഖ്യമന്ത്രിയുടെ ഈ സമയത്തെ ചികിത്സയ്ക്കായുള്ള അമേരിക്കൻ യാത്ര വലിയ വിമർശനത്തിന് വിധേയമാകുന്നു. പിന്നെ ഉണ്ടാവാതിരിക്കുവോ? അമ്മാതിരി തള്ളു അല്ലേ? നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ തള്ളോട് തള്ളായിരുന്നില്ലേ? നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോയി എന്നുള്ള പോയിന്റ് വിമർശനമാണ് എതിരാളികളൊക്കെ ശക്തമായി ഉന്നയിക്കുന്നത്. പ്രധാന എതിരാളിയുടെ വിമർശനം കേട്ടോളൂ. മുഖ്യമന്ത്രി അമേരിക്കൻ യാത്രാ ചികിത്സയ്ക്ക് പോയതിന് കുറ്റം പറയില്ലെന്ന് VD സതീശൻ ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചെത്തട്ടെ എന്നും VD സതീശൻ പറഞ്ഞു. സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോയില്ലല്ലോ. ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇപ്പോൾ വിമർശിച്ചാൽ താൻ അടുത്ത മുഖ്യമന്ത്രി ആവുമ്പോൾ തനിക്കെതിരെയും വിമർശനം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സപ്പോർട്ട്. ഇതുപോലെ കിണക്കെട്ട പ്രതിപക്ഷത്തിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചുകൊണ്ട് മയോ ക്ലിനിക്കിൽ തുടർ ചികിത്സ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ചെന്നൈ അപ്പോളോ അടക്കമുള്ള ആശുപത്രികളിൽ മുഖ്യമന്ത്രി ഇടയ്ക്ക് ചികിത്സ തേടാറുണ്ട്. അപ്പോൾ തന്റെ നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിലും തനിക്ക് വിശ്വാസമില്ല, ചെന്നൈയിൽ തന്നെ പോവുകയുള്ളൂ, എന്നിട്ട് നാട്ടുകാരോട് തള്ളി മറിക്കും അല്ലേ? അവിടുത്തെ റിപ്പോർട്ടൊക്കെ മയോ ക്ലിനിക്കിലേക്ക് അയച്ചു കൊടുക്കാറുമുണ്ട്. അങ്ങനെയാണ് വീണ്ടും ഒരു തുടർ ചികിത്സയ്ക്കായി പോയത്. നിങ്ങൾ ഇവിടെ ഗംഭീരമാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം ചികിത്സയ്ക്ക് അങ്ങോട്ട് പോകുന്ന എന്താണെന്നുള്ള ചോദ്യം നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അത്താഴക്കഞ്ഞിയിൽ കൈയിട്ട് വാരിയ കള്ളനും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സംബന്ധിച്ച്. നമ്മളൊക്കെ അടിമകളായി പോയല്ലോ. ഈ നാട്ടുകാരുടെ പൈസയ്ക്ക് സുഖിക്കാൻ പോകുന്നതിനെ ന്യായീകരിച്ചു മെഴുകാനാണ് നമ്മുടെ വിധി. അവർ അധ്വാനിച്ചു സമ്പാദിച്ച പൈസ ആയിക്കൊണ്ട് ചിലവ് കുറക്കാൻ ആണ് അവരിങ്ങോട്ട് വരുന്നത്. ഇത് നാട്ടുകാരുടെ പൈസ ആയതുകൊണ്ട് ചിലവ് കൂട്ടാനായിട്ടാണ് അങ്ങോട്ട് കെട്ടിയെടുത്തത്. വിദേശത്തിൽ നിന്ന് ആൾക്കാർ ഇവിടേക്ക് ചികിത്സക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറിക്കാനാണ് അമേരിക്കയിലോട്ട് കെട്ടിയെടുത്തത്? ഇവിടെ തന്നെ ചികിത്സിച്ചാൽ പോരായിരുന്നോ?